അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാട്, റോഷി നിങ്ങളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ട്. ജ്യോതിഷ് മണ്ണാർക്കാടാണ് പറയുന്നത്, റിപ്പോർട്ടറിലെ ത്രിമൂർത്തികൾ മാധ്യമ പ്രവർത്തനം എന്തെന്ന് തെളിയിച്ചവരാണ് ഈ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളെ അർജുൻ കല്യാട് ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ LDF-നെ കുറിച്ച് ടി വി പ്രസാദ് പറയും, അപ്പോൾ ആൾക്കാർ വരിക്കും ടി വി പ്രസാദ് LDF-ന്റെ ആളാണ്. UDF-നെ കുറിച്ച് റോഷിവാൽ പറയും, ആൾക്കാർ വരിക്കും UDF-ന്റെ ആളാണ് റോഷിവാൽ. സാധാരണക്കാരായ മനുഷ്യരാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്നവരല്ല, അവരൊക്കെ ബീറ്റുകൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ്. ഈ ബീറ്റുകൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ആ പാർട്ടിയുടെ അടുത്ത് ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെന്ന് പ്രേക്ഷകർ കരുതരുത്. ആ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ നിരീക്ഷിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് അവരുടെ ജോലി. അപ്പോൾ അർജുൻ കല്യാണുണ്ട്. അപ്പോൾ ത്രിമൂർത്തികളിൽ ഒരാൾ നമ്മളൊപ്പം നിൽക്കുന്ന സ്ക്രീനിൽ അർജുൻ കല്യാൺ. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. 110 LDF, 100 UDF. അത്രയൊന്നും ഇല്ലെങ്കിലും പണ്ട് കൽപ്പന പറഞ്ഞതുപോലെ ഈ സ്വർണത്തിൻ്റെയൊക്കെ അടുത്ത് നമ്മളെ മറന്നു പോവല്ലേ എന്ന മട്ടിലാണ് 34 A ക്ലാസ് മണ്ഡലങ്ങൾ ആണ്. അതിന് സന്ദീപ് വാര്യർ നല്ലൊരു രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് A ക്ലാസ് മണ്ഡലങ്ങൾ കൂട്ടുന്നു എന്നൊരു വിമർശനം സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും 110 LDF, 100 മിഷൻ 100 UDF, മിഷൻ 34 ആണോ NDA ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്? അർജുൻ കല്യാൺ, കാര്യങ്ങൾ പ്രായോഗികമായിട്ട് കൂടി നടക്കണമല്ലോ അല്ലേ? ഡോക്ടർ, തീർച്ചയായിട്ടും ആകെ 140 മണ്ഡലങ്ങൾ, 110 LDF, ബാക്കി 30. UDF കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 സീറ്റ് കിട്ടും, പിന്നീട് ബാക്കിയുള്ളത് 40. അതിനിടയിലുള്ള ഒരു സംഖ്യ, അതായത് LDF-ഉം UDF-ഉം വിജയിക്കില്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്ത മണ്ഡലങ്ങളിൽ, അതായത് 30 മുതൽ 40 വരെ സീറ്റുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന് പണിയെടുക്കുക, അവിടെ റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും 34 സീറ്റുകൾ അത് A ക്ലാസ് മണ്ഡലങ്ങളായി BJP കണക്ക് കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും ആ 34 മണ്ഡലങ്ങളിൽ ആദ്യമേ തന്നെ, അതായത് അടുത്ത ഞായറാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ആ സമയത്ത് BJPയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കും. ആ നേതൃയോഗത്തിൽ വെച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ധാരണയുണ്ടാകും. അതിനുശേഷം ഓരോ മണ്ഡലങ്ങൾ, അതായത് ഇന്ന നേതാവ് ഇന്ന മണ്ഡലത്തിലാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന പ്രാഥമിക ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് സജീവമായി നിൽക്കുക. ആ 34 മണ്ഡലങ്ങളിൽ ശക്തമായ രീതിയിൽ, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള മണ്ഡലങ്ങളും 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലുമെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് അവിടെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 15 എണ്ണത്തിലെങ്കിലും ഒരു വിജയം എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കുക എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ BJP ക്യാമ്പിൽ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലെ ഒരു യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രിയും തലസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. BJP നേതാക്കളെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായി അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നതിന് ശേഷം ഒരു 45 ദിവസത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ BJP നേതാക്കൾ നടത്തിയതാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തി തിരുവനന്തപുരത്ത് വമ്പൻ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിലാകമാനം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും അത് പ്രചരണ വിഷയമാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി BJP ക്യാമ്പിലുണ്ട്. അത്തരത്തിൽ BJP 34 സീറ്റ് A ക്ലാസ് മണ്ഡലങ്ങൾ കണക്കുകൂട്ടുന്നു. അതിൽ ഒരു 15 എണ്ണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും BJP ക്യാമ്പിൽ ഒരുങ്ങുകയാണ്. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അർജുൻ കല്യാൺ. റോഷിപാൽ, TV പ്രസാദ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിഷൻ 110, മിഷൻ 110മായി LDF, മിഷൻ 100മായി UDF, മിഷൻ 34മായി BJP.